വെറുതെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ എങ്കിലും ഒന്ന് ചേച്ചിയുടെ വീട്ടിൽ വരെ പോയിട്ട് വരാമെന്നൊരു തീരുമാനത്തിലെത്തില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. നേരെ പമ്പിൽ പോകണമല്ലോ, പമ്പിൽ പോയി ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളല്ലോ. നേരെ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ചു. നേരെ വന്ന് പോകുന്ന വഴിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പോയ വഴിയിലാണ് അമ്പലത്തിലെ ഈ ഘോഷയാത്ര. ഞാൻ ആദ്യമായിട്ടോ, ഈ നാട്ടുകാരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ഏത് അമ്പലത്തിലെ ഘോഷയാത്രയാണെന്നൊന്നും എനിക്കറിയാൻ വയ്യ. പോകുന്ന വഴി കണ്ടപ്പം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തു. പിന്നെ കയറി കുറച്ച് വെജിറ്റബിൾസൊക്കെ അമ്മ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. അവിടെ പിള്ളേരുടെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേനെ കുറേ ലേറ്റാവും. പിന്നെ കടകളൊക്കെ അടച്ചു തിരിച്ചു വരുമ്പോഴത്തേനെ അമ്മ അവിടെ ആവശ്യം നടത്തിയിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പച്ചക്കറിയും കുറേ വെജിറ്റബിൾസ് ഏതാണ്ടൊക്കെ എന്നെ കൊണ്ട് പറക്കിപ്പിച്ചു. നല്ല തോക്കി പറക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് തിരിച്ചും മറിച്ചും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി. സൂപ്പർ മാർക്കറ്റിൽ പോകാൻ മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രോളിയും കൊണ്ട് ഒന്നീ അനിയനെ അല്ലെങ്കിൽ ഞാനായാലും ഇങ്ങനെ നടക്കുക, എന്നിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വാരി ഇടുക. അതാണ് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഓടുന്ന വേറെ ഒന്നിനുമല്ല കേട്ടോ, ഫേസ് വാഷ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞത്. അതിനാണ് അമ്മ ബില്ലടിക്കുന്നതിന് മുന്നേ ഓടിപ്പോയി എടുക്കാൻ പോയത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അതും വാങ്ങി നേരെ ബില്ലിംഗ് സെക്ഷനിൽ വന്നു. പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാമൊക്കെ ആയി ബില്ലിംഗ് സെക്ഷനിൽ പോയി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സ്കൂൾ ഓപ്പണിങ്ങും പിന്നെ ഈ പറയുന്ന ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഓഫർ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാനുള്ള പോക്കാണ്. അങ്ങനെ നേരെ കൊട്ടാരക്കര ചെന്നു. പിന്നെ എൻ്റെ ഒരു സ്കിന്നിനൊരു ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ മെഡിസിനൊക്കെ കൊട്ടാരക്കര ഒരു വലിയൊരു മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. കുറേ നാൾ കയറി ഇറങ്ങിയതിന് ശേഷമാണ് മെഡിസിൻ കിട്ടുന്നത്. അവിടെ അവർ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്നു. അങ്ങനെ അവിടെ നിന്ന് മെഡിസിനൊക്കെ വാങ്ങിച്ചു. ഒരു അരമണിക്കൂറോളം മെഡിക്കൽ ഷോപ്പിൽ പോയി. പിന്നെ ട്രാഫിക്കിൽ കിടന്നു. നേരെ ഞങ്ങൾ പത്തനാപുരത്തോട്ട് വെച്ച് പിടിച്ചു. ഒരു 7:30 7:45 ആയപ്പോഴത്തേന് ചേച്ചിയുടെ വീട്ടിലെത്തി. ഉറക്കത്തിൽ കൂഞ്ചി ഒരു പരുവായി. വീട്ടിൽ ചെന്നപ്പോൾ അവളുമായിട്ടുള്ള സംസാരമാണ് കേട്ടോ ആ കേട്ടത്. അവൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ വന്ന കാറിൻ്റെ ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ചാടി ചേച്ചിയുടെ കൂടെ പുറത്തിറങ്ങിയത്. പിന്നെ അവളുടെ കൂടെ കുറേ നേരം ഇതൊക്കെ കാടല്ല അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, അതൊക്കെ വെച്ചിട്ട് കളിച്ചു. പിന്നെ അവൾ എൻ്റെ മുടിയിലൊക്കെ പിടിച്ച് ചേച്ചി ഇങ്ങനെയാണോ മുടി കെട്ടുന്നതൊക്കെ നോക്കി. അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. പിന്നെ അവളുടെ കൂടെ സൈക്കിൾ ചവിട്ടാനും കാര്യങ്ങൾക്കൊക്കെ പോയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടീസ് ആ ഫോട്ടോയിൽ കണ്ടത്. പിന്നെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ചേച്ചി ചായയൊക്കെ ഇട്ടു വന്നു, അതൊക്കെ ചെയ്തു. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മ പുറത്തിറങ്ങി ചക്കമരം കണ്ടു, പ്ലാവ് കണ്ടു. അപ്പോഴത്തേന് ചക്ക നിറയെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് അപ്പം അമ്മയ്ക്ക് ചക്ക വേണം. അങ്ങനെ പിന്നെ ചേച്ചിയും അനിയനെ വിളിച്ചുകൊണ്ട് പോയി ചക്ക അടത്തി. പിന്നെ 2 എണ്ണം അടുത്തിട്ട് പോരുന്നു. തൊട്ട് മുകളിൽ അപ്പയ്ക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം അടുത്തിട്ട് പോരുന്നു. തൊട്ട് എന്താ പറയുക, നമുക്ക് കൈ എത്തി ഇങ്ങനെ അടത്താവുന്ന രീതിയിലാണ്. നല്ല രസമാണ്. പിന്നെ ഒരെണ്ണം ടോപ്പിൽ നിൽക്കുന്നതായിരുന്നു, മറ്റേ മൂപ്പെത്തിയത് അതായതുകൊണ്ട് പിന്നെ അവൻ കസാരയിട്ട് വലിഞ്ഞു പിടിച്ച് കയറി അടത്തി. ഒരെണ്ണം പിന്നെ ചേച്ചി തറയിൽ തന്നെ അടത്തിയിട്ടു. അങ്ങനെ പിന്നെ അതൊക്കെ അടത്തിയപ്പോഴത്തേന് അവൾ സൈക്കിൾ കൊടുത്തുകൊണ്ട് വന്നു. ചേച്ചി ഒന്ന് പിടിച്ചു തരും, അമ്മ എന്നെ പുറത്തിറക്കത്തില്ല, എനിക്ക് ചവിട്ടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാൻ പറയും. അങ്ങനെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ, എനിക്ക് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇവളെയും കൂടെ വെച്ചിട്ട് എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ വീഴാനും പോയി. പിന്നെ അങ്ങനെ ചക്കയൊക്കെ പറക്കി വെച്ചു. പിന്നെ കുറേ നേരം സിറ്റ് ഔട്ടിലിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ചക്ക അടത്താൻ പോകുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചാൽ ചേച്ചി ഞങ്ങൾക്ക് സ്പെഷ്യൽ ചിക്കൻ കറി അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തായിരുന്നു. അതുകൊണ്ടായിരുന്നു ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു വീട്ടിലൊരു 10:30 ആയപ്പോഴത്തേനെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.